അപ്പം ഞാനും എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങളെ കടുവ പിടിക്കാതെ പിടിക്കട്ടെ, അത് വരെയാണ് ഇവിടെ വിൽക്കും. ഇട്ടേച്ച് പോവുകയല്ല. കാട്ടാന 10 ആന ഒന്നിച്ച് നിന്നാൽ പോലും ഒന്ന് കാണാൻ പറ്റില്ല. അതുപോലെ ആനയെല്ലാം ഇറങ്ങുന്നുണ്ട്. പന്നിശല്യം അതിലപ്പുറം ഇപ്പോൾ കടുവായുമായി. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. പേടിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആടിനെ പിടിക്കാം, പശുവിനെ പിടിക്കാം, അറ്റകേക്ക് നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ പിടിക്കാം. ഇതെല്ലാം വന്നു കഴിഞ്ഞ് മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞ ആൾക്കാർ വിലപിച്ചിട്ടോ കാറിയിട്ടോ ഒന്നും കാര്യമില്ല. ഏജനറ്റ് പരമ്പര യുദ്ധം. മലയോരത്ത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏജനറ്റ് പരമ്പര ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ അട്ടയോലി മലയിലാണ്. അട്ടയോലി മലയിൽ നിന്ന് ആരംഭിച്ച് കളിതട്ടുംപാറയിൽ അവസാനിക്കുന്ന യുദ്ധം പരമ്പര നിങ്ങൾ കാണണം. നമുക്ക് ആ പരമ്പരയിലേക്ക് കടക്കാം. ഏജനറ്റ് പരമ്പര യുദ്ധം. കർഷകരും വന്യജീവികളും തമ്മിലുള്ള യുദ്ധം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വയലാമണ്ണിൽ ജോണിച്ചേട്ടൻ്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് നമുക്ക് കാണാം, പട്ടിക്കൂട് നമുക്ക് കാണാം. അപ്പോൾ ഈ പട്ടിക്കൂട്ടി കിടക്കുന്ന പട്ടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കടുവ എന്നാണ് ഇവർ പറയുന്നത് വന്യജീവി ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ 8 മണി കഴിഞ്ഞല്ലേ? അപ്പോൾ ജോണിച്ചേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോണിച്ചേട്ടൻ എങ്ങനെയായിരുന്നു കണ്ടത് ഇതിനെ? ഞാൻ രണ്ടാം വൈകുന്നേരം പതിവായിട്ട് ഇറങ്ങി പോകുന്നത്. ഒരു 5 മണി 5:30 ആകുമ്പോൾ ഇറങ്ങി പോകും, കടയിൽ പോകും, എന്തെങ്കിലും ചിലറാനൊക്കെ മേടിച്ച് കയറി വരും. ഇവിടെ വന്ന് 8 മണിക്ക് മുമ്പാട് ഞാൻ വീടെത്തും. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ പട്ടിക അഴിച്ചു വിടും. അത് എന്നും അങ്ങനെ ചെയ്യുന്നതാണ്. അത് മുള്ളാനും തോറാനും കൂടി ഇതിലവിടെ അങ്ങോട്ട് ഓടി റബ്ബറിലേക്ക്. അവിടെ ചെന്ന് ഒരു ശകലം കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടി ഒന്ന് കരഞ്ഞു കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി പട്ടിയാണല്ലോ എന്നോട്ട് ഓടി ചെന്ന് ഞാൻ ഹെഡ്ലൈറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ അങ്ങോട്ട് മാറിയപ്പോൾ വീണ്ടും ഒന്നുകൂടെ കരഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ പട്ടി തന്നെയാണ്. ഓടിയാണ് ഇവിടുന്ന് ഓടിയാണ് അവിടെ എത്തിയപ്പോൾ ഈ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പയർ വള്ളിയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് കാണത്തുമില്ല. ഈ പയർ കിടന്ന് ഇങ്ങനെ ഇളകുന്നുമുണ്ട്. ഞാനവിടെ കിടന്ന് കാറി കൂവി ഭയങ്കര ഒറ്റപ്പാട് വെച്ചു. ഒറ്റപ്പാട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പട്ടി അടുത്ത പ്ലാറ്റിൽ കൊടുത്ത് ഇങ്ങ് തിരിച്ച് ഓടുന്നുണ്ട്. ഈ കടുവ എനിക്ക് കാണാനും പറ്റിയില്ല, കാരണം അതുപോലെ കാടാണ് അവിടെ. അവിടെ ഞാനും തിരിച്ചു വന്നു. ഇവിടെ ഒന്ന് നോക്കുമ്പോഴാണ് പട്ടി ഇവിടെ എല്ലാം കടിച്ചിട്ട് 3 മുറിവുണ്ട് ഇവിടെ. ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എളുപ്പത്തിൽ കുറേ തുണി തൂത്ത് കളഞ്ഞേച്ച് ഈ ഉപ്പുനീര് കൊണ്ട് ഒഴിച്ചു. അതേ ചെയ്തോളൂ. ഇത് ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു? ഇതിൽ ഫോറസ്റ്റുകാരെ എൻ്റെ മകനാണ് അറിയിക്കുന്നത്. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കുന്നു. വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മകന് 3 മക്കളും ഉണ്ട്. അവർ 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടി അവർ വാണിപ്പാറ പോയിട്ട് ഇവിടുന്ന് 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വാടകയ്ക്ക് താമസിക്കുക. അങ്ങനെ മകനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ പട്ടിയെ കടുവ പിടിച്ചിടാന്ന്. അപ്പോൾ ഷിജോയാണ് എൻ്റെ മകൻ. ഷിജോ അവനാണ് ഫോറസ്റ്റുകാരെ അറിയിച്ചു. പിന്നെ പേരക്കാട്ട് ജോലി വിളിച്ച് അറിയിച്ചു. മിനിഞ്ഞാന്ന് ഒരു 8:30 ആയപ്പോൾ തുടങ്ങിയ കാർത്തിക കടുവ. അതൊരു 11 മണി വരെ കേൾക്കായിരുന്നു. അത് തൊട്ടടുത്ത് അവിടെ ഞാൻ ഇവിടുന്ന് പടക്കം എടുത്തുകൊണ്ട് പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചിട്ട് അവനൊരു പേടിയില്ല. പിന്നെ ഈ അമൃച്ച അത് കേട്ടാൽ തന്നെ താഴെ മനുഷ്യൻ സ്ഥലം വിടും. മെമ്പർമാരോടൊക്കെ അറിയിച്ചു. അവർ രാത്രി തന്നെ വന്നായിരുന്നു? ഇല്ല, അന്നേരം അവർ അത്രയും രാത്രിയായില്ലേ. പിന്നെ അവരൊക്കെ ഈ ഒന്നാമത് വണ്ടി പോലും കാണാത്ത അവരങ്ങനെ വരികയില്ല. മനസ്സിലായില്ല, അവർക്കും പേടി. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ഏകദേശം ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ നമ്മൾ നടന്നു വരണം അല്ലേ? അത് ഈ മെയിൻ റോഡ് വിട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ കയറി അല്ലെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. 1 കിലോമീറ്റർ കയറ്റം തന്നെ. ഇവിടെ എത്ര വീടുകളുണ്ട് ഇപ്പോൾ? ഇവിടെ ഇപ്പോൾ 5 വീടേ ഉള്ളൂ. ബാക്കി 7 വീട്ടുകാർ ഇവിടുന്ന് പോയി. താമസക്കാരുള്ള വീടോ? താമസക്കാരാണ് 5 വീട്. 5 പേരും 5 ദൂരത്തിലാണ്. നല്ല ദൂരമാണ്. തൊട്ടടുത്ത് എൻ്റെ ഒരു കൊന്നയാവ് സാധാരണ എന്ന് പറഞ്ഞ ഒരാളെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആശ്രയം അവരും, അവർക്ക് ആശ്രയം ഞങ്ങളും. അങ്ങനെ ജീവിക്കുന്നു. എന്നിട്ട് വനപാലകർ വന്ന് ഇത് കണ്ടതിന് ശേഷം അവരെന്താ പറഞ്ഞു? മിനിഞ്ഞാന്ന് രാത്രി 12 മണിയായപ്പോഴത്തേക്ക് അവർ 3 പേര് വന്നു. അവരെന്താ പറഞ്ഞു? അവർ വന്ന ആൾ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ ആനയുടെ പുറകെ കരിക്കൊടുക്കലില്ല, ആനപ്പുറകെ ഞങ്ങൾ പോയതാണ്, ഒന്നും ചേട്ടനൊന്നും വിചാരിക്കില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, മനസ്സിലായി, നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നും പറഞ്ഞ് അവർ കൂടി അവർ വന്ന് പട്ടിയെല്ലാം കണ്ടു. പിന്നെ കടുവ പിടിച്ച സ്ഥലം കൊണ്ട് ഞാൻ കാണിച്ചു. കടുവയാണെന്ന് അവർ സ്ഥിരീകരിച്ചോ? അവർ പറയുന്നത് പുലിയാണ്. ഇത് പുലിയാണോ കടുവയാണോ നേരിട്ട് കണ്ടില്ല. നമ്മുടെ ഈ കൈവെള്ളയുടെ വട്ടമുണ്ട്, അതിൻ്റെ ചവിട്ടുപാട്.
പിന്നെ വനമാല ഒരു പടക്കം തന്നോ? അവരെന്നിട്ട് 7 പടക്കം തന്നിട്ട് പോയി. അവർ 1 മണി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളുടെ കഷ്ടപ്പാട് ഭയങ്കര നമുക്കറിയാം. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് ഇങ്ങനെ കടുവാടൊന്നും നമുക്ക് അങ്ങനെ ശല്യം വന്നിട്ടില്ല. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മുകളിൽ ആന വരും. മഴക്കാലം ആകുമ്പോൾ ആന വന്ന് ഈ ചക്കയും പുറത്ത് നിന്നിട്ട് അവരങ്ങ് പോകുമായിരുന്നു. അങ്ങനെ വലിയ ശല്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം ആയി. അതുപോലെ തന്നെ ഇവിടെ കാട് പിടിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്ന അതുകൊണ്ട് ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നേക്കുന്നു. വലിയ വലിയ ആൾക്കാർ വന്ന സ്ഥലം ഇവിടെ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാളും ഇവിടെ 60 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചിട്ട് മൊത്തം റബ്ബറും അങ്ങനെ കാണുന്ന കോറ അത് 10 ഏക്കർ സ്ഥലമാണ്. അതും കാട് കയറി ഇപ്പോൾ പണിയിലൊന്നും ഇല്ലാതെ കിടക്കുന്നു. ബാക്കി സ്ഥലം റബ്ബറുണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോറം മാത്രം വായിക്കും. ബാക്കി ഇടം മൊത്തം കാടായിട്ട് കിടക്കും. ആന നിന്നാൽ പോലും കാണാത്ത കാടും. അവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കുകയില്ല, തെളിക്കുകയില്ല. ഇത് അധികൃതരോട് പറഞ്ഞു ഈ കാടൊക്കെ പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് അവരെ വിളിക്കാം, മുതലാളിമാരെ വിളിക്കാം, കാട് തെളിപ്പിക്കാം, ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഉണ്ട് അങ്ങോട്ട് നോക്കിയേ, അതും വലിയ വനമായിട്ട് കിടക്കുക, റബ്ബറുള്ള സ്ഥലം. അത് തെളിക്കുകയില്ല. പിന്നെ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തിലായി ഇരിക്കുന്നത്. വീട്ടേക്ക് പോകത്തുമില്ല, വിൽക്കാൻ നോക്കുന്നുമില്ല. നമ്മൾ ഇത്രയും 40 വർഷം പണിയെടുത്ത പറമ്പാണ്. അതിനകത്ത് ആദായമാക്കിയിട്ട് ഇട്ടേച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള മനസ്സ് വരികയില്ല. ഒന്നുമില്ലാത്ത പറമ്പിൽ നമ്മൾ അതുപോലെ അധ്വാനിച്ചതാണ്. 40 വർഷക്കാലമായി 40 കൊല്ലത്തെ നമ്മുടെ ഉള്ള ആരോഗ്യം കളഞ്ഞ. ഇപ്പം വയസ്സ് 65 ഇതുപോലെ നമ്മളെ കൊണ്ട് അധ്വാനിക്കാനാവില്ല. മക്കളുള്ളത് അവർക്ക് ജീവിക്കണ്ടേ. അപ്പം ഞാനും എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങളെ കടവ പിടിക്കട്ടെ, അത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഇട്ടേച്ച് പോവുകയല്ല. അപ്പോൾ ജോണിച്ചേട്ടൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. 40 വർഷം അധ്വാനിച്ച 2.5 ഏക്കറിൽ അധ്വാനിച്ച ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതൊന്നും വിട്ടിട്ട് ഇവർക്ക് ഒരു കാരണവശാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. വന്യമൃഗ ശല്യം കൂടി വരികയാണ്. ഇപ്പോൾ ഈ നാട്ടുകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, വളരെ ആശങ്കയിലാണുള്ളത് ഇവിടെയുള്ള കുടുംബങ്ങൾ. എന്താണ് ഈ ഒരു അവസരത്തിൽ അധികൃതരോട് പറയാനുള്ളത്? അധികൃതർ ഇതിനകത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒത്തിരി ആൾക്കാർ പറമ്പെടുത്തിട്ടും വയക്കാണ്ട് തെളിക്കാണ്ട് കിടക്കുന്നുണ്ട്. നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളും 10-30 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം ഞാൻ ജീവിക്കുന്നു, ഒരു ഇടക്കാടിനപ്പുറമേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നുവെച്ചാൽ കണ്ടമാനം വന്യമൃഗങ്ങൾ ശല്യം. വന്യമൃഗങ്ങൾ നമ്മൾ പോർഷാരെ വിളിച്ചാലും പോർഷാരെ അവർ വരുമ്പോൾ ഏതെങ്കിലും ടൈം അവർ വന്നാലും ഈ രാത്രിയിൽ എപ്പോഴും അവർ വന്നിട്ട് എന്താ കാര്യം, അവരുടെ അടുത്ത് ഒരു ആയുധമില്ലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോർഷാരുടെ ബൗണ്ടറി നോക്കാൻ വേണ്ടി പോയി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനും ചേട്ടാ, ഞങ്ങൾ പോയാലും ഞങ്ങളുടെ വീട്ടിലും പോയി. അതേ അവസ്ഥ അവർ നടക്കും. അവർക്കൊരു നമ്മുടെ കർണാടക മറ്റുള്ള സ്റ്റേറ്റ് പോലെ നോക്കുമ്പോൾ അവർക്ക് ഈ രാത്രി കാലങ്ങളിൽ നടക്കണമെന്നുള്ള അവർക്ക് തോക്ക് ആയുധങ്ങൾ കൊടുക്കുക. എൻ്റെ മെയിൻ അഭിപ്രായമാണ്. എന്നുവെച്ചാൽ അവർക്കും നമ്മളെപ്പോലെ ഒരു കുടുംബം ഇട്ടിട്ട് അവരും പോകും. ഇപ്പോൾ ഒത്തിരി ചെറുപ്പക്കാരും പിള്ളേരും പെണ്ണുങ്ങളും എല്ലാം ലേഡീസാണ് കൂടുതലും ഇപ്പോൾ ഉണ്ട്. അവർക്കും ഇതെന്ന് ഒത്തിരി പറമ്പുകൾ വയക്കി തെളിക്കാനുണ്ട്. ഈ മൃഗങ്ങളെ ഓടിക്കാനുള്ള വേലികൾ, അതും വേലി മാത്രം ഇപ്പോൾ സോളാർ വേലി പാസ്സായിട്ടുണ്ട് തന്നെ, അത് ഇട്ടുകൊണ്ട് കാര്യം. അത് കുറച്ച് നമ്മൾ ജനങ്ങളും കൂടെ തയ്യാറാണ്, എന്നെങ്കിൽ മാത്രമേ ഈ വേലി വിജയിക്കുള്ളൂ. അല്ലാണ്ട് വേലി ഇത് ഒരു ഫണ്ട് കോടികൾ ഇപ്പോൾ 1.25 കോടികൾ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടല്ലേ, ഇതിട്ട് അങ്ങ് പോകും. പോയിട്ട് ആ പോർച്ചുകാർ വന്ന് അവരെ കൊണ്ട് ആവില്ല. കുറച്ച് ജനങ്ങളും നോക്കുക, ബാക്കി ജനങ്ങൾക്ക് അതിനുള്ള ഒരു വാച്ചർമാരെ വെച്ച് ഇത്ര കിലോമീറ്റർ വെച്ചിട്ട് ഒരാഴ്ചയിലും നോക്കാനുള്ള തയ്യാറെടുപ്പ് ഗവൺമെൻറ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഈ വേലി ഇട്ടുകൊണ്ട് ഒന്നും വിജയിക്കില്ല. വേലി വിജയിക്കണമെങ്കിൽ അതിനകത്ത് ഫണ്ട് കൊടുത്ത് ഒരു ജനങ്ങൾക്ക് എന്നാ വെച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങൾ ഓരോ ഇത്ര മീറ്ററിന് ഓരോ ആഴ്ചയിലും ഒന്ന് പോയി തെളിച്ച് അതിൻ്റെ വള്ളി എടുക്കാനും ഒക്കെ ആയിട്ട് ജനങ്ങളെ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിജയിക്കുള്ളൂ. വേലി ഇടുന്നത് ഇപ്പം 1.25 കോടിയോ 2 കോടിയുടെ മേലെ കണ്ടാണ് വേലി പാസ്സായി. 20 കിലോമീറ്റർ എടപ്പഴം മുതൽ പാലത്തങ്ങട് മുതൽ എടപ്പഴ വരെ പാസ്സായിട്ടുണ്ട്. ഈ പാസ്സായെന്ന് പറഞ്ഞിട്ടില്ല, അത് അടിവേലി തൂക്കമില്ല അർജൻറ്റ് ആന ശല്യം കുറയും. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് എൻ്റെ വീടിന് മുകളിൽ നിന്ന് 500 മീറ്റർ മുകളിൽ 10 ആന ഉണ്ടായിരുന്നു. ഈ 10 ആന ഇറങ്ങുമെന്ന് പറഞ്ഞാൽ 10 ആനയും വന്ന് ഭയങ്കര ശല്യം. നമുക്ക് മഴക്കാലത്ത് പോലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കഴിഞ്ഞ ദിവസം വന്നു മഴക്കാലത്ത് ഈ കൊല്ലം. വേനക്ക് ഇറങ്ങി താഴോട്ട് വരുന്നില്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി വരുന്നില്ല. ഒരു വെള്ളം ആനയ്ക്ക് കണ്ടമാനം ആന പെരുകി, മൃഗങ്ങളും പെരുകി. ഒന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള ജനങ്ങളും ഇവിടെയുള്ള ഈ സ്ഥലം ഒത്തിരി ബിനാമി പേര് ഒത്തിരി സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവരെല്ലാം വയക്കി തെളിയിക്കുക. ഇതെല്ലാം കണ്ടമാനം കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ പേരിലാണ് ഈ മൃഗങ്ങൾ ഭയങ്കര ഇങ്ങോട്ട് ഇറങ്ങുന്നത്, നാട്ടിലേക്ക്. ഒന്നാമത്തെ ആൾ താമസം കുറഞ്ഞു. എല്ലാവർക്കും ജീവിക്കാൻ പറ്റാത്ത ഓരോരുത്തർ വാടകയ്ക്കായിട്ടും പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള സൗകര്യത്തിനും ഒക്കെ ടൗണിലേക്ക് മാറുവാണ്. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ ഇപ്പം ജോണിച്ചാൻ പറഞ്ഞു, ജോണിച്ചാൻ 2 ഏക്കർ സ്ഥലമുണ്ട്. ജോണിച്ചാൻ ഒരു 10 സെൻറ്റ് സ്ഥലം എടുക്കാനുള്ള വരുമാനം ഇത് വിറ്റാലേ ഉള്ളൂ, അല്ലേ വേറെ എടുക്കാൻ പറ്റില്ലല്ലോ. എടുത്തിട്ട് ഇതിട്ടിട്ട് പോകാനും പറ്റില്ല. ഇവിടെയുള്ള ആദായം താഴോട്ട് ഒരു 10 സെൻറ്റ് പോയി കിടന്നാൽ കിട്ടുമില്ല. മെയിന് പിന്നെ അതേപോലെ സ്ഥലം അപ്പുറം ഇപ്പുറം 2 കോറക്കാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ഒന്ന് മേടിച്ചിട്ടുണ്ട്. 10, 150, 200 ഏക്കറിനടുത്ത് ഇപ്പോൾ ഇവരുടെ കയ്യിലാണ്. ആ പറമ്പ് ഇന്ന് വരെ എടുത്തിട്ട് വയക്കി തെളിക്കുന്നില്ല. അതെല്ലാം ഭയങ്കര 10, 150 ഏക്കർ കാട് പിടിച്ചെടുക്കുമ്പോൾ മൃഗങ്ങൾ ലാഭിഷ്ടായിട്ട് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് വനാതിർത്തിയോട് ചേർന്നുള്ള ചേർന്നുള്ള സ്ഥലങ്ങളെ മൊത്തം. ബാക്കി ഇടയ്ക്ക് കിടക്കുന്നവർ
ശരിക്കും പറഞ്ഞാൽ കുടുങ്ങി. ഇടയ്ക്ക് കിടക്കുന്ന ആൾക്കാരുടെ സ്ഥലം ഇവരെടുക്കുന്നുമില്ല. ഇപ്പോൾ അവർക്ക് കുറേ നടത്താനും പറ്റുന്നില്ല, ഇവിടെ സ്ഥലം എടുക്കുന്നില്ല. സ്ഥലം എടുത്ത് പോകുവാണെങ്കിൽ ഇവർ എല്ലാവരും ഇറങ്ങിപ്പോ, ഇത്ര നമുക്ക് ശല്യം വരിക. അതുകൊണ്ട് തന്നെ വെച്ചാൽ ജനങ്ങൾ ശരിക്കും നടുക്ക് കിടക്കുന്ന ആൾക്കാർ, ഒറ്റപ്പെട്ട അവിടെ ഇവിടെയും കിടക്കുന്ന ആൾക്കാർ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ ഈ രാത്രി 3 മണിക്കൊക്കെ റബ്ബർ വെട്ടാൻ പോലും പേടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങത്തില്ലാത്ത വെട്ടാൻ പറ്റുന്നില്ല. നമ്മൾ ഈ റോട്ടിന് മെയിൻ റോട്ടിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയല്ലോ, 1 കിലോമീറ്റർ നടന്നു വന്നില്ലേ, അവിടെ ഒരുപാട് ഏക്കർ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അത് വെട്ടിത്തെളിക്കാം. ഇതിലും കഷ്ടം. ഇവിടെ പിന്നെയും ഫ്ലാറ്റ് ഒക്കെ തെളിഞ്ഞ് കുറച്ച് കാട് കുറവുണ്ടെന്ന് ഞാൻ നോക്കും. ഇതിലും തെളിക്കാത്ത പറമ്പുകൾ മുകളിലേക്ക് ഉണ്ട്. നമുക്കൊക്കെ അതിന്റെ അതിർത്തിയില്ല നമ്മളൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകും. നമ്മളിവിടുന്ന് ജോണിച്ചേന്റെ അടുത്ത് പഞ്ചായത്ത് അതിർത്തായിട്ട് പറയുന്നുണ്ട്. നേരം പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവർക്ക് പറമ്പിൽ നിന്ന് വരുമാനം കിട്ടുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ തെളിക്കുന്നുണ്ട്. അന്നേരം പഞ്ചായത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ വ്യക്തികൾ പറയുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ പഞ്ചായത്ത് അതിനെ തെളിയിപ്പിക്കാൻ പഞ്ചായത്ത് അതിന് ഫൈനടക്കം മേടിക്കും എന്നൊക്കെ ഒരു ഇത് വന്നായിരുന്നു, റിപ്പോർട്ട് വന്നു. പക്ഷേ എങ്കിൽ അതൊന്നും ശാശ്വതം ആകുന്ന കേസല്ല. അവർ പറയുന്ന അവർക്ക് പിന്നെ ഉടായ്പല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് തെളിക്കേണ്ട ഒരു സമയത്ത് ചെറിയ പൈസ കിട്ടിയപ്പോൾ എല്ലാവരും പൈസയും കിട്ടും. അല്ല, സ്ഥലം എടുത്തിട്ടു. പിന്നെ അത് തെളിക്കുന്നില്ല, നോക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പം ഗോറയൊന്നും നിലവിൽ വന്നിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല. ഗോറ അങ്ങനെ തുടങ്ങിയിട്ട് സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് അത് തുടങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ കൊണ്ടുപോയി കുറേ ശല്യം കുറഞ്ഞു. അതും കിട്ടുന്നില്ല, അവർക്ക് അതും കിട്ടുന്നില്ല. അവരെ നമുക്ക് കുറ്റം പറയാം. അവർ വൈക്കി തെളിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വനമാണ്. സ്വന്തമായിട്ട് വീടുള്ള പോലും താമസിക്കുന്നവരും തെളിക്കാണ്ട് കിടക്കുന്ന ഒത്തിരി പറമ്പുകളുണ്ട്. ഈ പറമ്പെല്ലാം വൈകാണ്ടി തെളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. ജീവിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. കുഞ്ഞുമക്കളുണ്ടായിരുന്നു, ഒരു മകനെ ഉള്ളായിരുന്നു, അവർ താഴോട്ട് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയാണ് അവര് പോലും ഇറങ്ങാൻ. പള്ളിയിൽ പോകുന്ന ഇപ്പോൾ പോക്ക് നിർത്തി വെച്ചേക്കുക. ഇത് കേട്ടപ്പം പോകുന്നില്ല. അതിനു മുമ്പ് പോകുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴും ഞാൻ മഴക്കാലം ഒട്ടും ഇറങ്ങിയില്ല. ഭയങ്കര പേടിയാണ്. ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ ജീവിക്കാനാകുന്നില്ല ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. ഈ 10, 200, 150 സ്ഥലം മേടിച്ചിട്ടേക്കുന്നത് തെളിക്കുന്നേ ഇല്ല. ആ അത്യാവശ്യം ഒന്ന് തെളിച്ച് കിട്ടണം എങ്ങനെയെങ്കിലും. അതാണ് ഏറ്റവും വലിയ. പിള്ളേർക്കൊന്ന് പള്ളിക്കുളത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ ഇവരൊന്നും നിർത്തിയില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. പകലുമില്ല, രാത്രിയിലില്ല. ഒരു കപ്ലാനകത്ത് കയറി പോകുന്നില്ല. വണ്ടിയിൽ വണ്ടികളിലും പറമ്പിലും പാകരിക്കാൻ നിൽക്കില്ല. ഒരു നിവൃത്തിയും കാണുന്നില്ല. വൈകിട്ടൊന്നും വേണമെങ്കിൽ മെഡിസൈൻ ഇറങ്ങാൻ പേടിയാണ്. എന്നു വെച്ചാൽ ഇത് പലരുടെ പക്ഷത്ത് നിന്ന് കുവിക്കൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പം. ആകെ ഞങ്ങൾ ബുദ്ധിമുട്ടിലായി ഇപ്പോൾ ജീവിക്കുന്നത്. അതിനുള്ള എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം. ഇപ്പോൾ ഈ കോളക്കാർ അതുപോലെ 150 ഏക്കർ 300 ഏക്കർ കരോട്ട് മേടിച്ചിട്ടുണ്ട്. അവർ ഇപ്പം ഈ വഴി വന്നിട്ടും ഒരു തെളിച്ചിട്ടുമില്ല. ഇതൊക്കെ തെളിച്ചെന്നൊരു കുറേ സമാധാനം കിട്ടിയതിനായിരുന്നു മൃഗങ്ങളുടെ. നേരത്തെ ഇതുപോലെയുള്ള ശല്യങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ തീരെ കുറവായിരുന്നു. അന്നൊക്കെ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ. ഇപ്പം ആൾക്കാർ യാത്രാ സൗകര്യവും പിന്നെ അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ട ബുദ്ധിമുട്ടൊക്കെ കാരണം പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി അവർ പോയി. ബാക്കി സ്ഥലങ്ങൾ കുറച്ചുള്ളവർ അവരുടെ സ്ഥലം ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ വളരെ ത്യാഗപൂർവ്വം ഇവിടെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ടായ രീതിയിൽ വന്യമൃഗം ആക്രമിക്കുമ്പോൾ അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും അധ്വാനിച്ച ഈ പറമ്പൊക്കെ ഇട്ടിട്ട് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു സഹായം ഈ ഇവിടെ ജീവിക്കുന്ന കുറച്ച് പേർക്ക് എങ്ങനെയെങ്കിലും അവരെ നല്ല നിലയിൽ എത്തിക്കാനുള്ള നടപടികൾ ശക്തമായ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. കാട്ടിലുള്ള മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ, ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കണമല്ലോ ഉള്ളവർക്ക്. അപ്പം ബാക്കി ഇവിടെ കൂടുതലും സ്ഥലങ്ങൾ മേടിച്ചിട്ട് ഇരിക്കുന്നവർ അവരുടെ പറമ്പുകൾ യഥാസമയത്ത് തെളിച്ചും വൈക്കിയൊക്കെ ഇടുവാണെങ്കിൽ കുറേ കാട്ടുമൃഗങ്ങൾ ഈ ഭാഗത്തു നിന്നും ഒഴിവാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൃഷി എടുക്കാൻ പറ്റിയില്ല. എല്ലാം കളയുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരെ ഇപ്പം കടുവ വന്ന് മുള്ളനെയും പന്നീനെയും ഒക്കെ പിടിച്ചു തന്നെയും എല്ലാം അവിടെ കിടപ്പുണ്ട്. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഞാൻ തന്നെ ഒരു അനിയത്തിയും കൂടെ താമസിക്കുന്നത്. 2 മക്കളുള്ളതാണെങ്കിൽ ദൂരെ നാട്ടിലാണ് ഉള്ളത്, പണിയെടുത്ത് ജീവിക്കുന്നത്. ഭാര്യ വീട്ടിലാണ്. വളരെ കഷ്ടമാണ്. പേടിച്ചിട്ട് ഇപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങത്തില്ല. 5-6 കശ്മാവ ഉള്ളത്. 2 പെറുക്കാൻ പോലും ഇറങ്ങി പോകാൻ പറ്റിയില്ല. പേടിയാണ്. പേടിച്ചിട്ട് എങ്ങനെ പോകാനാ? മലയുടെ മണ്ട വരെ കയറി പോകണം. എല്ലാവരും സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. ഒരു പറമ്പ് തെളിച്ചിട്ടില്ല. മുഴുവൻ പോസ്റ്റിനെ കഴിഞ്ഞും ഭയങ്കര വനമാണ്. കാട്ടാന 10 ആന ഒന്നിച്ച് നിന്നാൽ പോലും ഒന്ന് കാണാൻ പറ്റിയില്ല. അതുപോലെ ആനയെല്ലാം ഇറങ്ങുന്നുണ്ട്. പന്നിശല്യം അതിലപ്പുറം ഇപ്പോൾ കടുവായുമായി. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർക്കവും ഇല്ല. പേടിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല. അതേ അവസ്ഥയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മുടെ എവിടെയൊന്നും വന്നിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. മലക്കൊക്കെ ഇങ്ങനെ വന്നു പോയി എന്ന് പറഞ്ഞു കേട്ടോ. അവരുടെ പട്ടിയെ പിടിച്ചപ്പോൾ ഒന്ന് വന്നു പോയെന്ന് പറയുന്നു. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ 40 കൊല്ലമായി. 40 കൊല്ലമായി. ആ, അയൽവാസികളൊക്കെ അടുത്തുണ്ട്. എൻ്റെ അടുത്തുള്ള ചേട്ടൻ മത്തായി ചേട്ടൻ, ഷാജി, ബിരിക്കര കുന്നാണ്, പേരക്കാട്ട് ജോളി, അവരൊക്കെ നമ്മുടെ അയൽവാസികളാണ്.
മൊത്തത്തിൽ എല്ലാവർക്കും ദുരിതം തന്നെയാണ്. എല്ലാവർക്കും ദുരിതമാണ്. ഞങ്ങൾ മലയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ കുറേ പേര് മണ്ടേന്ന് സ്ഥലം വിറ്റുപോയി. ആ സ്ഥലം എല്ലാം മേടിച്ചോരോ വനം തെളിക്കുന്നുമില്ല, പണിയെടുക്കുന്നുമില്ല, മുഴുവൻ ഫോറസ്റ്റായിട്ട് കിടക്കുക. അതുകൊണ്ട് ആന സ്ഥിരം അവിടെ താമസമാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കടുവയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഞങ്ങളാകെ വിഷമിച്ച് പേടിച്ചായിരിക്കും. എന്താ അധികൃതരോട് പറയാനുള്ളത്? അധികൃതരോട് പറയാനുള്ള ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ആക്കി തരണം. ഒന്നെങ്കിൽ ഈ കടുവയെ പിടിച്ചുകൊണ്ട് പോവുക, അല്ലെ എന്തെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ആക്കി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അട്ടയോലി മലയിലെ ജനങ്ങളുടെ ദുരിതത്തിന് ശേഷം ഇപ്പോൾ കളിതട്ടുംപാറയിലെ കുന്നേൽ ജോർജിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വളർത്തുനായയും വന്യജീവി പിടിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വിഷമങ്ങളും ആശങ്കകളും യുദ്ധം പരമ്പരയിലൂടെ നമുക്ക് ചോദിച്ചറിയാം. സാധാരണ വാഹനങ്ങളിലൊക്കെയാണ് ഓണ് നമ്മൾ കാണാറ്. ഇത് കളിതട്ടുംപാറയിലെ കുന്നേൽ ജോർജേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഓണാണ്. ഈ ഓണ് എന്തിനാ വെച്ചതെന്ന് നമുക്ക് ജോർജേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. 2 വർഷമായി തുടർച്ചയായിട്ട് ഇങ്ങനെ കടുവയുടെ ശല്യം ഉണ്ടാകുന്നു. മുൻപെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ആനയുടെ ശല്യം ഉണ്ട്. ഇവിടെ ഒരു 2007 മുതൽ ഒരു 200 ഏക്കർ സ്ഥലം കുറച്ച് ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. കൃഷ്ണനാന്നുള്ള പറയുന്നത്. പക്ഷേ കൃഷ്ണനും നടന്നില്ല, ഒന്നും നടന്നില്ല. 2 വർഷം അവരവിടെ തെളിച്ചു. പിന്നെ അവർ തെളിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ കാട്, അതായത് പോർഷനേക്കാളും വലിയ കാടായിട്ടാണ് കിടക്കുന്നത്. അപ്പം മൃഗങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ 1, 2 ഈ ഇവരത് തെളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കുകയോ അവർ ചെയ്യുന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഫോറസ്റ്റുകാർ ഇവിടെ കൊണ്ട് കടുവയെ കൊണ്ട് ഇറക്കി വിടുന്നുണ്ടെന്നുള്ളത്. കാരണം ഇവിടെ പേടിക്കേണ്ടതല്ലോ. എവിടെന്നെങ്കിലും പിടിച്ചിട്ട് കൊണ്ടുപോയി വിടുന്നുണ്ടോ ചെറിയ സംശയമില്ല. കാരണം 1-2 പേര് കണ്ടെന്ന് പറയും. വെളുപ്പാങ്കാലത്തൊക്കെ കാലി വണ്ടിയായിട്ട് പോർഷൻ്റെ വണ്ടി പോകുന്നതായിട്ട് കണ്ടതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കതിനെപ്പറ്റി അറിയത്തുമില്ല. നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ, ഈ വന്യമൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവായി ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം. അതിനൊന്നെങ്കിൽ ഇവരിവിടുന്ന് ഈ തെളിക്കുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് സർക്കാർ ഏതെങ്കിലും തരത്തിൽ സംവിധാനം ഉണ്ടാക്കണം. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. വീടിന് ഇവിടെ ഓണൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓണൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് ആളായി. കാരണം ചില ആന ഇവിടെ ഈ മിറ്റത്ത് അടിയൊരു ആന വരുന്നതാണ്. പക്ഷേ ആനയെ കൊണ്ട് ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ശല്യം ഒന്നും അല്ലെങ്കിലും ചക്ക പറിച്ച് തിന്നും, തെങ്ങ് പറിക്കും. ഇതൊക്കെയാണ് ആന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്ന കാലത്തൊന്നും ഒരു ആന ശല്യവും ഇല്ല, ഒരു മൃഗങ്ങളുടെ ശല്യമില്ല. ഉണ്ടായിരുന്നത് ഈ പന്നി എന്ന് പറഞ്ഞ ഒരു മൃഗത്തിൻ്റെ മാത്രം ശല്യമാണ്. അന്ന് കപ്പയോ ചേനയോ കാച്ചിലോ ഒക്കെ കൃഷി ചെയ്താൽ അങ്ങനെ കിട്ടപ്പോയില്ലെന്നുള്ളൂ. പിന്നെ പന്നികളൊക്കെ പോയി. ആൾതാമസം ഇവിടെ ഉള്ള 10-30 വീട്ടുകാരുണ്ടായിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഈ പന്നിശല്യം കാരണം കൃഷി വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പം എല്ലാ പന്നികളും ഇവിടെ നിന്ന് വിട്ടുപോയി. ഇപ്പം പന്നിശല്യം ഞങ്ങൾക്കില്ല. ആന, കടുവ, ഈ 2 ശല്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി പോകുന്നില്ല. മാത്രമല്ല ഇവിടെ മിക്ക ആൾക്കാർക്കും കുറച്ച് സ്വന്തമായിട്ടൊക്കെ കുറേ റബ്ബറൊക്കെ ആയിരിക്കും കൊന്നത്. അത് കശുകൊണ്ടില്ല. ഈ റബ്ബർ വേണമെന്നുണ്ടെങ്കിൽ നേരം വെറുതെ കഴിഞ്ഞ് വിട്ടാൽ ഈ ചൂട് കാരണം പാല് കുറയും. അതുകൊണ്ട് വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ ഇറങ്ങിയാൽ റബ്ബർ വിട്ടുന്നത്. ധൈര്യപ്പെട്ട് റബ്ബർ വിട്ടാനും പറ്റുന്നില്ല. അങ്ങനെ മനുഷ്യർ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ കിട്ടുന്ന ഒരു വരുമാനം ഇതാണ്. ഈ റബ്ബറിൽ നിന്നേ ഉള്ളൂ. അത് വരെ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വളർത്തുന്ന കടുവ പിടിച്ചു. കടുവ പിടിച്ചു. വെളുപ്പിന് 4 മണിക്ക് 4:30 കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടിൽ തന്നെയായിരുന്നു. ഒരു ബഹളം കേട്ടു. പട്ടിയുടെ ബഹളം കേട്ട് ഞങ്ങൾ ചാടി എഴുന്നേറ്റ് ഉടനെ കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് വ്യക്തം നമുക്ക് കാണാൻ പറ്റില്ല. ടോർച്ച് വെട്ടത്തിൽ ആദ്യം പട്ടി കിടന്നിടത്താണ് നോക്കിയത്. അപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടു. അപ്പോൾ അവിടെ ഒരു പച്ചനെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നെറ്റും തകർത്ത് ഓടുന്ന ചാടി ശബ്ദം കേട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ചുറ്റുപാട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു മ്ലാവ് മലാൻ കൊക്കുന്നത് കേട്ടു. അപ്പോൾ അതിലങ്ങ് കടന്നു പോയതായിരിക്കാം. അല്ലെങ്കിൽ മലാൻ അങ്ങനെ ഒന്നേ കൊക്കുകയുള്ളൂ. പിന്നെ മലാൻ്റെ കൊക്കലും കേട്ടില്ല. പിന്നെ മിനിങ്ങാന്നിങ്ങനെ ആ ഭാഗത്തൂടെ മലാനായിട്ട് ഓടിക്കുന്നതായിട്ടും ആ മലാൻ കാറിക്കൊണ്ട് ഓടുന്നതായിട്ടൊക്കെ പലരും പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഇപ്പം ഇങ്ങനെയുള്ളത്. പിന്നെ രാവിലെ ഇവർ ആ പട്ടിയിലെ അവിടെ ആശുപത്രിയിൽ പോയി മൃഗാശുപത്രിയിൽ ഡോക്ടർമാർ വന്നു. ഇഞ്ചക്ഷൻ വെച്ചു. ഒരു തൊലി കെട്ടണം. വീട്ടിൽ കൊണ്ടുപോയി തൊലി കെട്ടി 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. 4 വർഷം ഞങ്ങളെ നോക്കിയ പട്ടീനെ ഞങ്ങളും അത്ര കാര്യമായിട്ട് നോക്കുന്നു. അപ്പം
ഇന്നലെ പിന്നെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഉടനെ അകത്ത് കൊടുക്കണമെന്നും പറഞ്ഞ് എഴുതി തന്നു, മരുന്ന് മേടിച്ച് കൊണ്ട് കൊടുത്തു. എങ്ങനെയായാലും സർക്കാർ ആശുപത്രി ആണെന്നുകൊണ്ട് കാര്യം എന്നുള്ള നമ്മളെ പണം മുടക്കണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ. ഈ പറഞ്ഞ 5000 രൂപയോളം മരുന്ന് ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു ഈ ഇതിന് വേണ്ടിയിട്ട്. ഡോക്ടർ ശമ്പളം പറ്റുന്നുണ്ടെങ്കിലും ഡോക്ടർ തന്നെ കാശ് വാങ്ങി. അതൊക്കെ നമുക്ക് വിഷയമില്ല, കാരണം നമ്മുടെ പട്ടീനെ അവർ നോക്കി അതിൻ്റേതായ ഇതുകൾ. എന്നാലും ഇതൊക്കെ തന്നെയാണ് നമുക്കൊണ്ട് പറയാനുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവിടെ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു, 2 പേര് വന്ന് നോക്കിയിട്ട് അവർ കാൽപ്പാടണം ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇതുപോലെയുള്ള കരികിലും ഇങ്ങനെ ഈ ചപ്പുകളിടത്തൊന്നും കാൽപ്പാട് കാണില്ല, വേനല്ലേ മഴക്കാലത്താണ് കാണാം. അപ്പോൾ ഉടനെ അവിടെ വെച്ച് അപ്പോൾ ഒരു കാൽപ്പാട് അവിടെ ചാണക്കുഴിയാണ്. ആ ചാണക്കുഴിയിൽ ഒരു കാൽപ്പാട് കാണുന്നു, കുറച്ച് മണ്ണ്, ആ ഉണങ്ങിയ ചാണകമാണ്ട് ഇത് കുറച്ചുകൂടി ഒരു വലിപ്പം കാണും. അപ്പോൾ അത് ഞങ്ങൾ ആ മൂടി വെച്ചിരുന്നത് സംശയത്തിന് മുകളിൽ. അവരതൊന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിച്ചാൽ ഏത് രാത്രിയാണ് ഞങ്ങൾ വരാൻ കേട്ടോ എന്നും പറഞ്ഞ് അവർ പോയി. അപ്പോൾ അന്നതിനോട് ചോദിച്ചു പടക്കം വല്ലതും വേണം, ഞാൻ അതുകൊണ്ട് തന്നേക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ വെച്ചാൽ മതി. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പുറകെ പോയി റോട്ടിൽ നിന്ന് വണ്ടി അവിടെ കണ്ടു, അവിടെ നിന്ന് ഒരു 5 ഓലപ്പടക്കം തന്നു. ഇപ്പം മാത്രമേ ഞങ്ങളത് പൊട്ടിക്കാറൊന്നുമില്ല, കാരണം പട്ടിക്കൊന്നാത് പടക്കം പൊടിക്കുന്നത് പേടിയാണ്. അതുകൊണ്ട് അത് ഒന്നാമത് ഈ അവസ്ഥ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചൊന്നുമില്ല. അതാണ് പറഞ്ഞത്. ഇവിടെ എന്നാ സ്ഥലമുണ്ട്? ഇവിടെ 3 ഏക്കർ. 3 ഏക്കറുണ്ട്. ഇവിടെ എത്ര വീടുണ്ട്? ആദ്യം എത്ര വീടുണ്ടായിരുന്നു? ഇവിടെ ഒരു 30ഓളം വീടുകളുണ്ടായിരുന്നു ഇതിനപ്പുറത്തേക്ക്. പിന്നെ ഇതിൻ്റെ മേലൊക്കെ വീടുണ്ടായിരുന്ന അവരെല്ലാം കൊടുത്തു പോയി. ഇതുകൊണ്ട് ആ പയർ കളിക്കുന്ന അപ്പുറത്തേക്ക് ഇതെല്ലാം വിറ്റ് പോയതാണ്. ഈ 200 ഏക്കർ സ്ഥലത്തിൽപ്പെട്ടതാണ്. ഇപ്പം എത്ര വീടുണ്ട് ഇവിടെ? വീടാ ഇവിടെ ഇപ്പം ഈ 2ാം കടയിൽ മേലോട്ട് പറയും കതിരുമ്പാറ എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കരയായിട്ട് ഒരു 10-35 വീട് കാണും. കാരണം അതിനിടയ്ക്ക് കൊണ്ട് താഴത്തെ കൃഷിക്കാർ കുറേ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള വീടൊക്കെ ഒഴിവായിട്ടുണ്ട്. കർണാടക ഇപ്പോൾ കേരളത്തിന് ആണ് ഇതിൻ്റെ നമ്മുടെ അതിർത്തി. കേരളം കഴിഞ്ഞിട്ട് കേരളത്തിന് ഇവിടെ അധികം വിസ്തീർണമൊന്നുമില്ല, അതിനപ്പുറം കർണാടകത്തിൽ നിന്നൊന്നും നമുക്ക് ശല്യമൊന്നുമില്ല. കാരണം ഈ കേരളത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5-6 വർഷം മുമ്പ് വരെ ഈ പോർച്ചുഗാലൊക്കെ ദിവസവും ആഴ്ചയിലൊക്കെ 1-2 വെച്ചിട്ട് വരുന്നത്. ഇപ്പോൾ അതൊരും അങ്ങനെ പറയുന്നത്, കാരണം മരം മുറിയോ ആരും കാറ്റുകാരൊന്നും ഇല്ലെന്നേ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അധികൃതരോട് എന്താണ് പറയാനുള്ളത്? അധികൃതരോട് പറയാനുള്ളത് ഇവിടെയുള്ള ജനങ്ങളെ ഇതിൽ നിന്ന് മോചനം കിട്ടാനുള്ള എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കണം. അതായത് ഈ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആന, കടുവ ഈ 2 ചേർത്ത് ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. അതിപ്പോൾ ഈ മാർച്ച് 30-ന് മുമ്പ് തീർക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇത് പദ്ധതി ഒന്നും ആയിട്ടൊന്നുമില്ല, ആയിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. തൊടിമരം വരെ ഒറ്റ ഫെൻസിങ് ആയിന്ന് കേട്ടു, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഫെൻസിങ് കൊണ്ട് കടുവായ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ആനയ്ക്കല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ആ കടുവയെ നിയന്ത്രിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ എന്നാ അതിനെപ്പറ്റി പറയുക, കടുവയെ തീറ്റ കൊടുക്കാൻ കാട്ടിലെന്തെങ്കിലും സംവിധാനം ആക്കുക. നമ്മൾ പലതായിട്ട് നമ്മൾ ഈ ആനിമൽ പ്ലാന്റിലൊക്കെ കാണാറുണ്ട്, കാട്ടിലൊക്കെ ടാങ്ക് ഇട്ട് വെള്ളവും മൃഗങ്ങൾക്ക് കുടിക്കാനും ഇങ്ങനെയൊക്കെ സംവിധാനം കാണുന്നത്. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ പറയാനുള്ളത്? നമുക്ക് ജീവിക്കണം, അത് തന്നെ. ആന നിന്ന് കാണാൻ പറ്റില്ല. ഇതാ ആ കാണുന്നത് ഞങ്ങൾ തെളിച്ചതാണ് ഈയിടെ, കാരണം അവിടെ നിന്നിട്ട് ആന നിന്നാൽ കാണൂല. അത് തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരം ആന വേനൽക്കാലത്തും മഴക്കാലത്തും വരുന്നുണ്ട്. പിന്നെ നമ്മൾ വെച്ചിട്ട് 2 പടക്കമൊക്കെ പിടിച്ചാണ്ട് കാറി കൂകി ഒച്ചപ്പാടുണ്ടാകുമ്പോൾ അതങ്ങ് കയറിപ്പോവും. എന്നാലും ഇതുകൾ ഇവിടുന്ന് വിട്ടുപോകുന്നില്ല. കാരണം ഈ ഇളമ്പക്കാന്ന് പറയുമ്പോൾ മേടിച്ചിട്ടിരിക്കുന്ന കവിശ ഭൂമിയിൽ ഇഷ്ടം പോലെ തിന്നാനുണ്ട്. മറ്റേ ബോസിലൊന്നും തിന്നാനൊന്നുമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഇതിനകത്തൊക്കെ ഈ ചെറിയ പനകളൊക്കെ പനം കൈ മാത്രമല്ല, ഇത് വലിച്ച് കീറിയിട്ട് അത് കാമ്പ് തിന്നുകയൊക്കെ ചെയ്യും. അതുപോലെ ഇഷ്ടം പോലെ ഈ ചാരവട്ടം എന്ന് പറഞ്ഞ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. പിന്നെ കശുവണ്ടിയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഈ പറഞ്ഞ ഭൂമിയിലൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ തിന്നാനുള്ളതും പിന്നെ അത് കാട്ടി കയറി പോകണമെങ്കിൽ പോകണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് അധികൃതർ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് സർക്കാർ നല്ല സാമാന്യ രീതിയിലുള്ള വില വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ട് ഇറക്കട്ടെ. അപ്പം ഇത് വേറെയുണ്ട്, അതും നടക്കുന്ന കാര്യമല്ല. കാരണം വനഭൂമി 5 സെൻറ്റായാലും 10 സെൻറ്റായാലും 15 ലക്ഷം രൂപ ശരാശരി വിലയ്ക്ക്, ഇനി 5 ഏക്കറാണ് 15 ലക്ഷം ഉള്ളൂ, അതേ കൊടുക്കുള്ളൂ. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാൻ? അത് കിട്ടപ്പോലില്ല, അത് ഏതെങ്കിലും കാലത്ത് കിട്ടും. വിറ്റ് പോകുന്നതിന് എവിടെയെങ്കിലും പോയി എടുക്കണ്ടേ? ആ എടുക്കാൻ വരെ സാധിക്കാത്ത ഒരവസ്ഥ വിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എടുക്കലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല, കാര്യം ഞങ്ങൾ ആലോചിക്കുന്നില്ല, അതൊട്ട് നടക്കാൻ പോകുന്ന കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് തെളിച്ച് കിട്ടിയാൽ കുറേ ശല്യം കുറയും ഈ പറമ്പുകൾ. ഇപ്പോൾ ജോർജേട്ടൻ്റെ മകൻ ഇപ്പോൾ നമ്മോട് ഒപ്പം ചേരുന്നുണ്ട്. വളർത്തുനായെ വന്യജീവി ആക്രമിച്ചപ്പോൾ അതിനുവേണ്ട എല്ലാ ചികിത്സയ്ക്കും കൂടെ ഉണ്ടായിരുന്ന മകനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? അതായത് ഈ സംഭവം നടന്ന ദിവസം രാവിലെ വെളുപ്പിന് ഒരു 4:30 കൂടിയിട്ടാണ് നമ്മൾ ഒച്ച കേട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നായനെ കെട്ടിയിരുന്നത്. അപ്പോൾ നോക്കുമ്പം ഈ പെട്ടെന്ന് ഇവിടുന്ന് കരച്ചിൽ കേട്ട് ഞങ്ങൾ ടോർച്ചെടുത്ത്, കറണ്ടില്ലായിരുന്നു,
ടോർച്ചെടുത്ത് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് പട്ടീനെ വിട്ട് അങ്ങോട്ട് ഓടി മറയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പലരെയും വിവരം അറിയിച്ച് 6 മണിയായപ്പോഴത്തേനും ഫോറസ്റ്റ് തന്നെ വിളിച്ചു. അതിനുശേഷം പിന്നെ ഡോക്ടർമാർ ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞു ഇരിട്ടിക്ക് കൊണ്ടുപോകണം, ഇരിട്ടിക്ക് കൊണ്ടുപോയിട്ട് മറ്റേ തുന്നി കെട്ടേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇരിട്ടിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവർ തൽക്കാലം മരുന്നെല്ലാം നൽകി. അതിനുശേഷം ഞങ്ങൾ ഇരിട്ടിക്ക് കൊണ്ടുപോയി. ഇരിട്ടിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അതിനെ എല്ലാ ചികിത്സ 2-2.5 മണിക്കൂർ എടുത്തു. അതിന് സ്റ്റിച്ചെല്ലാം ഇട്ട് നമുക്ക് ഓക്കെ കിട്ടി. അതിനുശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ റൂമിൽ തന്നെ ആക്കി. അതിന് എന്നുവെച്ചാൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും പാടില്ലാത്തതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെ നമ്മളെ 4 കൊല്ലം നമ്മളെ നോക്കി ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കൂടെ തന്നെ ഉള്ള ഒരാളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനേക്കാളും നമ്മൾ അവരുടെ ജീവന് വില കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു വേലി കൊടുത്തിരിക്കുകയാണ്. അതായത് ഫെൻസിങ് ബാറ്ററി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവൻ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പിന്നെ വെച്ചാൽ നമ്മുടെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആനയുടെ ശല്യം. നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ട് താഴെ വരെ ആനയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കടുവ ഇവിടെ നമ്മുടെ നേരത്തെ തൊട്ട് ഇവിടെ ശല്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അതിനു മുന്നേ നമ്മുടെ പട്ടീനെ ഇതിന് മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭീകരമായിട്ട് നമുക്ക് കിട്ടുന്ന ആദ്യം. നമ്മളിവിടെ എത്രയോ വീട്ടുകാർ താമസിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ അധികാരികൾ വരും, ഈ പറഞ്ഞ പോലെ 1-2 പടക്കങ്ങൾ തരും, അവർ പോകും. അല്ലാതെ ഇപ്പം നമുക്കിപ്പം വേറെ ഒന്നും അവരെ ഇതിൽ ഭാഗത്തുനിന്ന് നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള ജീവിക്കാനുള്ളൊരു മാർഗ്ഗം കിട്ടിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു 150-200 ഏക്കറോളം സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ് നമ്മുടെ ഈ ചുറ്റിനും. അതൊന്നും തെളിക്കാതെ വർഷങ്ങളായിട്ട് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം കാട് വിട്ട് ഇറങ്ങി വരുന്ന മൃഗത്തിന് തിരിച്ച് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് തിന്നാനുള്ളതും വെള്ളത്തിനും എല്ലാം ഈ പറയുന്ന 100-200 ഏക്കർ സ്ഥലത്തുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെ കറങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇതിലൊരു പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സുരക്ഷിതമായിട്ട് എങ്ങനെ ജീവിക്കാം അത് അവർ ഒരുക്കി തരിക. അല്ലാതെ നമുക്കിപ്പം അവരോട് വേറൊന്നും അവരോട് പറയാനില്ല. അപ്പം ഏജേനറ്റ് നമ്മുടെ നാട്ടിലെ കടുവ വന്നതിന് വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞ വകയിൽ ഇവർ വന്നു. ആദ്യം വയലാമണി ജോണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് അവരുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും മകൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടു. നാട്ടുകാരുടെ കാര്യങ്ങൾ ഷാജുവിൻ്റെയൊക്കെ കേട്ടു. അതിനുശേഷം നമ്മൾ ജോർജ് ചേട്ടൻ്റെ വീട്ടിൽ വന്നു, കിളതിട്ടുംപാറ. അവിടെ വന്ന് ജോർജ് ചേട്ടൻ്റെയും ജോബിളിൻ്റെ ഇതെല്ലാം പറഞ്ഞു. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടു. ഇപ്പം നമുക്ക് നിലവിൽ വീണ്ടും കടുവയുടെ ആക്രമണങ്ങൾ പോയിട്ടില്ല. ഇതിലേക്ക് കാറുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട്. പിന്നെ നിലവിൽ ഇവിടുത്തുകാരൊക്കെ സ്ഥലങ്ങളൊക്കെ തെളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെളിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്ഥലങ്ങളൊക്കെ തെളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. ഇടയ്ക്കൊക്കെ കുറേ ആൾക്കാർ കുടുങ്ങി കിടക്കുവാണ്. നമ്മളൊക്കെ സ്ഥലം കൊടുക്കാൻ ഒരു കാരണവശാലും പറ്റാത്ത അവസ്ഥയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു 35 വർഷം മുമ്പ് വാണിയപ്പാറയും ചതുരൂരും ഓരോ ഈ ഫോറസ്റ്റിൻ്റെ ഓരോ സബ് ഓഫീസുകൾ പോലെ ഒരു ഓഫീസുകളുണ്ടായിരുന്നു. അന്ന് അവിടെ 2 ഫോറസ്റ്റുകാർ അവിടെ ബീറ്റായിട്ട് താമസിക്കുകയും ബീറ്റിന് വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എന്തൊക്കെയോ കുറച്ച് കാലമായിട്ട് അത് നിർത്തിപ്പോയി. ഒന്നെങ്കിൽ ആരെങ്കിലും സ്വാർത്ഥ താല്പര്യാർത്ഥമായിരിക്കണം. അവർ നേരെ ഇരിട്ടിയിലേക്ക് താമസം മാറി. അവരവിടെ വന്നിരിക്കുന്നു. ഇവിടുന്നൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തീ വരുമോ, വന്യമൃഗങ്ങൾ വരുമോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരെ വിളിച്ചാൽ അവർ ഇരിട്ടിന്ന് വരണം. നേരത്തെ വാണിപ്പാറയിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന്. ഇവിടെ പണ്ടൊരിക്കലും ഒരു തീ കയറിയപ്പം വിളിച്ചു സെക്കൻഡിൽ വന്നു. നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാം കൂടി അത് കെടുത്തി. അതുപോലെ പിന്നെ തുടിമരത്താണെങ്കിലും ഒരു ഷെഡുണ്ട്, അവരുടെ ഒരു റിസോർട്ട് പോലെ ഒരു സംഭവം. അവിടെ 2 ഫോറസ്റ്റുകാർ താമസിക്കേണ്ടതൊക്കെയാണ്. അവർ സൗകര്യാർത്ഥം ഇരിട്ടിയിൽ പോയി താമസിക്കുന്നു. വിളിച്ചാൽ കുറേ സമയം കഴിഞ്ഞ് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ പ്രതികരിക്കുന്നു, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞൊക്കെ വരുന്നു. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥകൾ. അപ്പോൾ ആൾക്കാരെല്ലാവരും അവരവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാവർക്കും പിന്നെ എല്ലാവരും നമ്മളോട് സഹകരിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും കുറേ ആൾക്കാർ വന്നില്ല. വരാമെന്നും പിന്നീട് സംസാരിക്കാമെന്നും ഇവിടെ വീട് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അവരെല്ലാം വന്നാൽ നല്ലതായിരുന്നു. എല്ലാവരും ഇത് പാഠമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഇത്രയും നാളും പട്ടീനെ മാത്രമൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആടിനെ പിടിക്കാം, പശുവിനെ പിടിക്കാം, അറ്റകേക്ക് നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ പിടിക്കാം. ഇതെല്ലാം വന്നു കഴിഞ്ഞ് മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞ ആൾക്കാർ വിലപിച്ചിട്ടോ കാറിയിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊന്നും വരാതിരിക്കാൻ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരേപോലെ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക. പണ്ട് കഴിഞ്ഞിടയ്ക്ക് എന്തോ MLA പറഞ്ഞ പോലെ പന്നീനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാതെ കറി വെച്ച് തിന്നാനുള്ളൊരു സംവിധാനം എല്ലാവരും ആലോചിച്ച് ചെയ്യുക. പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആയാൽ പന്നീനെയൊക്കെ വേട്ടയാടി പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഉഷാറായാൽ ഇതെല്ലാം നമുക്ക് ചെയ്യാം എന്നും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. പ്രസിഡൻറ്റിനോട് നമുക്കൊന്ന് ആഞ്ഞു പറയുകയും ചെയ്യാം.
ഏജനറ്റ് പരമ്പര യുദ്ധം അട്ടയോലിയിൽ നിന്ന് ആരംഭിച്ച് കളിതട്ടംപാറയിൽ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്നവർ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. ഇത് കാണുന്ന അധികൃതർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനറ്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.